ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ മാത്സിൽ 12ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേരാണ് പട്ടികകളും ചിത്രങ്ങളും. അപ്പോൾ നമുക്ക് എന്താണ് ചാപ്റ്ററിൽ പറയുന്നത് നോക്കാം. അതിന് മുൻപായിട്ട് ഇതുവരെയുള്ള ചാപ്റ്റേഴ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേറെ സബ്ജക്റ്റും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലിൽ കയറി ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താണ്? പട്ടികകൾ. 5ാം ക്ലാസ്സിലെ കുട്ടികളിൽ കണക്ക് പരീക്ഷയിൽ പല ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണമാണ് ഈ പട്ടികയിൽ. അപ്പോൾ ആകെ 35 കുട്ടികളാണുള്ളത് അല്ലേ. അപ്പോൾ എ ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം എത്രയാണ്? 9 ബി ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം 10, സി ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം 9, ഡി ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം 6, ഇ ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം 1. അങ്ങനെ 35 കുട്ടികളാണുള്ളത്. ഈ 35 കുട്ടികളിൽ ഓരോരുത്തരുടെയും ഗ്രേഡ് വെവ്വേറെ എഴുതിയ വലിയ പട്ടിക, ഓരോ ആളുകളുടെ പേര് എഴുതിയിട്ട് അതിനെ നേരെയല്ലേ ഗ്രേഡ് ചെയ്തുക. ആ പട്ടിക ചുരുക്കി എഴുതിയതാണിത്. വലിയ പട്ടികയിൽ നിന്ന് കിട്ടുന്ന എല്ലാ വിവരങ്ങളും ഇതിൽ നിന്ന് കിട്ടില്ല. എങ്കിലും ക്ലാസ്സിനെ സംബന്ധിക്കുന്ന പൊതുവായ ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കാം. എന്തൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം? ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കിട്ടിയത് ബി ഗ്രേഡാണ്. എത്ര കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്? 10 കുട്ടികൾക്ക് അല്ലേ. ഏറ്റവും കുറച്ച് കുട്ടികൾക്ക് കിട്ടിയത് ഇ ഗ്രേഡാണ്. എത്ര ആൾക്കാണ്? ഒരാൾക്കാണ് ഇ ഗ്രേഡ് കിട്ടിയിട്ടുള്ളത്. പിന്നെയോ എ ഗ്രേഡും സി ഗ്രേഡും കിട്ടിയവരുടെ എണ്ണം തുല്യമാണ് അല്ലേ. എ ഗ്രേഡും സി ഗ്രേഡും കിട്ടിയവരുടെ എണ്ണം എത്രയാ? 9 അല്ലേ. പിന്നെയോ എ ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണത്തേക്കാൾ 1 കൂടുതലാണ് ബി ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം. അതായത് എ ഗ്രേഡ് കിട്ടിയത് 9, ബി ഗ്രേഡ് കിട്ടിയവർ 10 അല്ലേ. അപ്പോൾ 1 കൂടുതലാണ്. പിന്നെയോ എ ബി ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം സി ഡി ഇ ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണത്തേക്കാൾ 3 കൂടുതലാണ്. ഇതുപോലെ ഇനിയും ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞ തന്നെ എ ബി ഗ്രേഡ് കിട്ടിയവരുടെ ആകെ എണ്ണം സി ഡി ഇ ഗ്രേഡ് കിട്ടിയവരുടെ ആകെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. പിന്നെയോ എ ബി സി ഗ്രേഡ് കിട്ടിയവരുടെ ആകെ എണ്ണം ഡി ഇ ഗ്രേഡ് കിട്ടിയവരുടെ ആകെ എണ്ണത്തിൻ്റെ 4 മടങ്ങാണ്. അതെങ്ങനെയാ? ഡി കിട്ടിയവർ 6, ഇ കിട്ടിയവർ 1. അപ്പോൾ 6ഉം 1ഉം 7 അല്ലേ. എ ബി സി 3ഉം കൂടെ കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടും? 28. അപ്പോൾ 1 7 2 7 14, 3 7 21, 4 7 28. അതാണ് 4 മടങ്ങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഈ പട്ടികയിൽ നിന്ന് കണക്കാക്കാം എന്നുള്ളത് നമ്മൾ നേരത്തെ എഴുതിയിട്ടോ. ഇനി 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും കുട്ടികളിൽ പല ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം ഇങ്ങനെയാണ്. 6ാം ക്ലാസ്സിൽ എ ഗ്രേഡ് കിട്ടിയവർ 10, ബി ഗ്രേഡ് കിട്ടിയവർ 12, സി ഗ്രേഡ് കിട്ടിയവർ 8, ഡി ഗ്രേഡ് കിട്ടിയവർ 2, ഇ ഗ്രേഡ് 2. ടോട്ടൽ ആകെ 34 കുട്ടികളാണ്. ഇനി 7ാം ക്ലാസ്സിലോ എ ഗ്രേഡ് കിട്ടിയവർ 12, ബി ഗ്രേഡ് കിട്ടിയവർ 9, സി ഗ്രേഡ് ഉള്ളവർ 7, ഡി ഗ്രേഡ് 4, ഇ ഗ്രേഡ് 1. മൊത്തം എത്ര കുട്ടികളാണ്? 33 കുട്ടികളാണ്. ഇനി ഫസ്റ്റ് തന്ന ആ പട്ടികയും ഈ 2 പട്ടികയും കൂടെ, അത് മൊത്തം 3 പട്ടികകളും ചേർത്ത് ഒരു പട്ടികയാക്കിയാലോ? അപ്പോൾ ക്ലാസ്സുകളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഗ്രേഡ് എ ബി സി ഡി ഇ താഴേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5ാം ക്ലാസ് എ ഗ്രേഡ് 9 ആളുകളാണ്, 6ാം ക്ലാസ്സിൽ 10 ആളുകൾ, 7ാം ക്ലാസ്സിൽ 12 ആളുകൾ. ബി ഗ്രേഡ് കിട്ടിയത് 5ാം ക്ലാസ്സിൽ 10 കുട്ടികൾ, 6ാം ക്ലാസ്സിൽ 12 കുട്ടികൾ, 7ാം ക്ലാസ്സിൽ 9 കുട്ടികൾ. ഇനി സി ഗ്രേഡ് 5ാം ക്ലാസ്സിൽ 9 കുട്ടികൾ, 6ാം ക്ലാസ്സിൽ 8 കുട്ടികൾ, 7ാം ക്ലാസ്സിൽ 7 കുട്ടികൾ. ഇനി ഡി ഗ്രേഡ് 5ാം ക്ലാസ്സിൽ 6 കുട്ടികൾ, 6ാം ക്ലാസ്സിൽ 2 കുട്ടികൾ, 7ാം ക്ലാസ്സിൽ 4 കുട്ടികൾ. ഇ ഗ്രേഡ് ആണെങ്കിലോ 5ാം ക്ലാസ്സിൽ ഒരാളാണ്, 6ാം ക്ലാസ്സിൽ 2, 7ാം ക്ലാസ്സിൽ 1. അപ്പോൾ ഒഴിഞ്ഞ കളങ്ങളൊക്കെ നമ്മൾ പൂരിപ്പിച്ചിട്ടുണ്ട്. ഇനി പൂർത്തിയാക്കിയ പട്ടികയിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങൾ കണ്ടുപിടിക്കാം? കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതി ചേർക്കാം കേട്ടോ. എ ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം കൂടുതൽ 7ാം ക്ലാസ്സിലാണ്. ബി ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം കൂടുതൽ 6ാം ക്ലാസ്സിലാണ്. സി ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം കൂടുതൽ 5ാം ക്ലാസ്സിലാണ്. ഡി ഗ്രേഡ് കിട്ടിയവർ കൂടുതൽ 5ാം ക്ലാസ്സിലും ഇ ഗ്രേഡ് കൂടുതൽ കിട്ടിയവർ 6ാം ക്ലാസ്സിലുമാണ്. 3 ക്ലാസ്സിലെയും ഡി ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം 6ാം ക്ലാസ്സിലെ ബി ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണത്തിന് തുല്യമാണ്.
3 ക്ലാസ്സിലെയും ബി ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണത്തിൻ്റെ 3 മടങ്ങാണ് 7ാം ക്ലാസ്സിലെ എ ഗ്രേഡ് കിട്ടിയവരുടെ എണ്ണം. ഇതുപോലെ ഓരോ ഗ്രേഡും കുറവ് കിട്ടിയത് ഏത് ക്ലാസ്സിനാണ് എന്നൊക്കെ മക്കൾക്ക് എഴുതി ചേർക്കാം കേട്ടോ. അടുത്തത് 2011 കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ വിവിധ ജില്ലകളിലെ ജനസംഖ്യ ഇങ്ങനെയാണ്. കാസർഗോഡ് ജില്ലയിൽ 13,07,375 ജനസംഖ്യ. കണ്ണൂർ 25,23,003 വയനാട് 8,17,420, കോഴിക്കോട് 30,86,293, മലപ്പുറം 41,12,920, പാലക്കാട് 28,09,934, തൃശ്ശൂർ 31,21,200, എറണാകുളം 32,82,388, ഇടുക്കി 11,08,974, കോട്ടയം 19,74,551, ആലപ്പുഴ 21,27,780, പത്തനംതിട്ട 11,97,412, കൊല്ലം 26,35,375, തിരുവനന്തപുരം 33,01,427. ഇനി നമുക്കിവിടെ എന്താ ചോദ്യമുള്ളത്? ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയിൽ നിന്ന് ഏറ്റവും കൂടിയ ജനസംഖ്യ എന്ന ക്രമത്തിൽ ഈ പട്ടിക മാറ്റി എഴുതുക. അപ്പോൾ ഇവിടെ ഞാൻ ചെറുതിൽ നിന്നും വലുതിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുത് എങ്ങനെയാണ് മക്കളെ നോക്കുക? ആദ്യം നമ്പർ ഒന്ന് എണ്ണി നോക്കുക. ആദ്യം എത്ര എണ്ണം ഉണ്ട് എന്നല്ലേ. ഒന്നാമത്തെ വയനാട്ടിന് എത്ര നമ്പേഴ്സാണ് ഉള്ളത്? 6 ആണ്. ബാക്കിയുള്ളതിനൊക്കെ 7 ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം ആ 6 നമ്പേഴ്സ് ഉള്ളത് എഴുതുക. പിന്നെ 7 നമ്പേഴ്സ് ഉള്ളതിൽ ഏറ്റവും ഫസ്റ്റത്തെ 2 നമ്പർ നോക്കിയാൽ മതി. 11 വരുന്നത് കണ്ടോ? ഇടുക്കി പത്തനംതിട്ട ഫസ്റ്റ് 11 വരുന്നത്. അപ്പോൾ 11 വന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ ഏതാണ് വലുത് നോക്കുക. 0 ഉണ്ട്, 9 ഉണ്ട്. അപ്പോൾ ചെറുത് ഏതാ? 0 അല്ലേ. അപ്പോൾ അതാണ് ചെറുത്. അപ്പോൾ 11-നൊരു തീരുമാനമായല്ലോ. ഇനി അടുത്ത സംഖ്യ അതിൽ ഏതാണ് ഫസ്റ്റ് 2 സംഖ്യ നോക്കുക. 13 ആണ്. അപ്പോൾ 13 വേറെ ഇല്ല. അപ്പോൾ അതെഴുതുക. പിന്നെ 19 ആണ്, 21, 25, 26, 28, 30, 31, 32, 33, 41. അങ്ങനെ എളുപ്പത്തിനാട്ടോ പറഞ്ഞു തരുന്നത്. അങ്ങനെ നോക്കുക. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്പേഴ്സ് എത്ര ഉണ്ട് നോക്കുക കേട്ടോ. അതിൽ നിന്ന് വേണം ഇങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ മനസ്സിലായോ? അടുത്തത് രണ്ടാമത്തെ ചോദ്യം. ഒരു ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ കണക്ക് ഇങ്ങനെയാണ്. അപ്പോൾ താഴേക്ക് 10 ഓവർ തന്നിട്ടുണ്ട്. പിന്നെ പന്തുകളുടെ എണ്ണം അല്ലേ. ഒന്നാമത്തത് രണ്ടാമത്തത് എങ്ങനെ ഓരോ ഓവറിലും എത്ര ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. എത്ര റൺ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു ഓവർ എന്ന് പറയുന്നത് എത്ര ബോൾ എത്ര പ്രാവശ്യം പന്തെറിയാം? 6 പ്രാവശ്യമാണല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഓവറിൽ ഒന്നാമത്തെ പന്തിലും 4ാമത്തെ പന്തിലും 2 റൺസ് എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ഓവറിൽ ഒന്നാമത്തെ പന്തിൽ 1 റണ്ണും 2ാമത്തെ പന്തിൽ 4 റണ്ണും 4ാമത്തെ പന്തിൽ 2 റണ്ണും. മൂന്നാമത്തെ ഓവറിലോ 3ാമത്തെ പന്തിലാണ് 4 റൺ എടുത്തിട്ടുള്ളത്. 5ഉം 6ഉം പന്തുകളിൽ ഓരോ റൺസ് വീതം എടുത്തിട്ടുണ്ട്. 4ാമത്തെ ഓവറിൽ 4 റണ്ണ് 1ാമത്തെ പന്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെയോ 3ാമത്തെ ബോളിലാണ് 2 റൺ എടുത്തിട്ടുള്ളത്. 5ാമത്തതിൽ 1 റണ്ണ്. അങ്ങനെയാണ് ഈ ഒരു 10 ഓവർ വരെയുള്ള ഈ റൺസ് ഓരോ ബോളിലും കിട്ടിയ റൺസ് കേട്ടോ. 6 ബോളാണ് ഉണ്ടാവുക ഒരു ഓവർ എന്ന് പറഞ്ഞാൽ. അതിൽ ഓരോ ബോളിലും കിട്ടിയ റൺസ്. ചില ബോളിൽ 0 ആണ്, 0 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ഓരോ ഓവറിലും ആകെ കിട്ടിയ റണ്ണ് കണക്കാക്കി പട്ടിക ഇങ്ങനെ ചുരുക്കി എഴുതുക. അപ്പോൾ ഓരോ ഓവറിൽ 6 ബോളിലും കൂടെ കിട്ടിയ റൺസ് നമ്മൾ ഒരു ഓവറിൽ അല്ലേ എത്ര, ഒന്നാമത്തെ ഓവറിൽ എത്ര, രണ്ടാമത്തെ ഓവറിൽ എത്ര, അങ്ങനെ എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പേജ് ഇവിടേക്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് നോക്കി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നാമത്തെ ഓവറിൽ 2ഉം 2ഉം 4 റൺസാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓവറിൽ 1ഉം 4ഉം 2ഉം എത്രയായി? 7 റൺസാണ്. മൂന്നാമത്തെ ഓവറിൽ 4ഉം 1ഉം 1ഉം 6 റൺസ്. 4ാമത്തെ ഓവറിൽ 4, 2, 1 7. 5ാമത്തെ ഓവറിലോ 4ഉം 1ഉം 3ഉം ആണ് അല്ലേ. അപ്പോൾ 5ഉം 3ഉം 8.
പിന്നെ ആറാമത്തെ ഓവറിൽ 2ഉം 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 അപ്പോൾ 6ആണ്. ഏഴാമത്തെ ഓവറിൽ 1ഉം 4ഉം 5, 5ഉം 2 7, 1ഉം 8ആണ്. എട്ടാമത്തെ ഓവറിൽ 2, 2, 3, 4, 3, 7ആണ്. ഒൻപതാമത്തെ ഓവറിൽ 6ഉം 2, 2ഉം ആണ് അല്ലേ, അപ്പോൾ 10. പത്താമത്തെ ഓവറിൽ 6ഉം 4ഉം 10ഉം 2ഉം 12ആണ്. അപ്പോൾ മക്കൾക്ക് മനസ്സിലായോ? നേരെ ബോൾ ഓരോ ഓവറിൻ്റെ നേരെയുള്ള നമ്പേഴ്സ് അങ്ങ് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 10 ഓവറിൽ ആകെ എത്ര റൺ കിട്ടി? അത് നമ്മളെങ്ങനെയാണ് കാണുക? 10 ഓവറത്തും കൂടെ കൂട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് കൂട്ടി വെക്കാം. അപ്പോൾ 75ആണ്. 10 ഓവറിൽ ആകെ 75 റൺസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം, 6 റണ്ണിൽ കൂടുതൽ കിട്ടിയ എത്ര ഓവറുണ്ട്? 6 റണ്ണിൽ കൂടുതൽ രണ്ടാമത്തെ ഓവറിൽ 6 എണ്ണത്തിൽ കൂടുതലാണ്. പിന്നെ നാലാമത്തേത്, പിന്നെയോ ഏഴാമത്തേത്, പിന്നെ എട്ടാമത്തേത്, പത്താമത്തേത്, 12ആമത്തേത്. മൊത്തം എത്ര ഓവറുണ്ട്? 7 ഓവറിൽ 6 റണ്ണിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം, 6 റണ്ണിൽ കുറവ് കിട്ടിയ എത്ര ഓവറുണ്ട്? 1 ഓവറാണല്ലേ. ഒന്നാമത്തെ ഓവറിൽ മാത്രമാണ് 6 റണ്ണിൽ കുറവ് കിട്ടിയത്. മറ്റെന്തൊക്കെ വിവരങ്ങൾ ചുരുക്കി എഴുതിയ പട്ടികയിൽ നിന്നും കിട്ടും? രണ്ടാമത്തെ ഓവറിലും നാലാമത്തെ ഓവറിലും എട്ടാമത്തെ ഓവറിലും കിട്ടിയ റൺസ് തുല്യമാണ്. 5, 7 ഓവറുകളിൽ 8 റൺസാണ് നേടിയിട്ടുള്ളത്. 1, 3, 6 ഓവറിലെ റൺസ് 9, 10 ഓവറിലെ റൺസിനേക്കാൾ 6 കുറവാണ്. 1, 5 ഓവറിലെ റൺസ് 10ആമത്തെ ഓവറിലെ റൺസിന് തുല്യമാണ്. ഇതുപോലെ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്തി എഴുതാട്ടോ. അടുത്തത് വിവരചിത്രങ്ങളാണ്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു T20 ക്രിക്കറ്റ് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഓരോ ഓവറിലും നേടിയ റൺ ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം ബാറ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലണ്ടാണ്. ഒന്നാമത്തെ ഓവർ മുതൽ 20ആമത്തെ ഓവറിൽ വരെ കിട്ടിയ റൺസാണ് ഇവിടെ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു ചിത്രമായിട്ട് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. താഴെ 20 ഓവറാണ് തന്നിട്ടുള്ളത്. മുകളിലേക്ക് റൺസാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോ ലൈനും ഒന്നായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ മുകളിലേക്ക് 0 മുതൽ 21 വരെ റൺസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. താഴെ ഓവർ 0 മുതൽ 20 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഓവറിൽ എത്ര റൺസാണ്? 11 റൺസ് അല്ലേ. അപ്പോൾ 11ൻ്റെ നേരെ വരെ നമുക്ക് ലൈന് വരയ്ക്കാം. രണ്ടാമത്തെ ഓവറിലോ എത്ര റൺസാണ്? 9ആണ്. അപ്പോൾ ആ 9ൻ്റെ നേരെ വരെയാണ് നമുക്ക് ആ ഒരു ഗ്രാഫ് പോകേണ്ടത്. മൂന്നാമത്തതിൽ 8ൻ്റെ നേരെ, അങ്ങനെ 20ആമത്തതിൽ 8ൻ്റെ നേരെ. അപ്പോൾ ഏറ്റവും കൂടുതൽ എവിടെയാണ്? 17ആമത്തതാണ്. ഗ്രാഫ് നോക്കി നമുക്ക് കണ്ടുപിടിക്കാം. താഴെ 17ആണ്. അപ്പോൾ മുകളിൽ ഏതിൻ്റെ നേരെയാണ് ആ കളറ് വരുന്നത്? 20ൻ്റെ നേരെയാണല്ലേ. അപ്പം നമുക്ക് പട്ടിക തന്നിട്ടില്ലെങ്കിലും നമുക്കിത് നോക്കിയിട്ട് എഴുതിക്കൂടെ? മക്കൾക്ക് മനസ്സിലായോ? താഴെ ഓവറിൻ്റെ നമ്പേഴ്സാണോ, എത്രാമത്തെ ഓവറാണ് എന്നുള്ളതാണ്. മുകളിലേക്ക് അതിൻ്റെ റൺസാണ്. അപ്പോൾ റൺസ് എത്രയാണോ അത്രയും നോക്കിയിട്ടാണല്ലേ. ഏത് ഓവറിലാണോ ഈ ലൈന് പോകുന്നത് അവിടെ വരെയാണ് നമ്മൾ ആ ഒരു നമ്പറിൻ്റെ നേരെ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ മുന്നോട്ട് ഒന്നുകൂടെ പറയുമ്പോൾ മക്കൾക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് വരച്ചിരിക്കുന്നതെന്നൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. ഇനി രണ്ടാമത് ബാറ്റ് ചെയ്ത ഇന്ത്യ ഓരോ ഓവറിലും നേടിയ റൺ ചിത്രമായിട്ട് നോക്കാം. ചിത്രം മാത്രമായിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ 19ആം ഓവറിൽ തന്നെ ഇന്ത്യ ജയിച്ചതിനാലാണ് 20ആമത്തെ ഓവറിൻ്റെത് ഈ ചിത്രത്തിൽ കൊടുക്കാത്തത് അല്ലേ. ഇംഗ്ലണ്ടിൻ്റെത് 20 ഓവർ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 19ൽ തന്നെ ഇന്ത്യ ജയിച്ചു. ഈ ചിത്രത്തിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കാമല്ലോ. എത്രാമത്തെ ഓവറിലാണ് ഏറ്റവും കൂടുതൽ റണ്ണ് കിട്ടിയത്? എവിടെയാ മക്കളെ? ഏറ്റവും ഉയരത്തിൽ ആ ഗ്രീൻ കളർ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എത്രാമത്തെ ഓവറിലാണ്? താഴെ നോക്കിക്കേ. 11ആമത്തെ ഓവറിലാണല്ലേ ഏറ്റവും കൂടുതൽ. എത്രയാ? 19 റൺസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 19 റൺസാണ് അല്ലേ. ഇനി ഏറ്റവും കുറവ് കിട്ടിയ ഓവറുകൾ ഏതൊക്കെയാണ്? ഇതാ ചിത്രത്തിൽ നോക്കിയ താഴെ ഓവറിൽ 13, 14, 15 എത്രയാ റൺസ് കിട്ടിയിട്ടുള്ളത്? 3 റൺസാണ് അല്ലേ കിട്ടിയിട്ടുള്ളത്. അതാണ് ഏറ്റവും കുറവ് റൺസ്. അപ്പോൾ മക്കൾക്ക് ഗ്രാഫ് നോക്കുന്നത് മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എത്രാമത്തെ ഓവറിലാണ് ഏറ്റവും കുറച്ച് റൺസ് കിട്ടിയത് അല്ലേ? 13, 14, 15ലാണ്. അതെത്രയാ? 3ആണ്. ഇനി എത്ര ഓവറിലാണ് 10നേക്കാൾ കൂടുതൽ റൺ കിട്ടിയത്?
അപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ആ ഒരു ചിത്രം എവിടേക്ക് പേസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ 10നേക്കാൾ കൂടുതൽ കിട്ടിയത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കുക, റൺ എന്നുള്ള ഭാഗത്ത് മുകളിലേക്ക് 10 എന്നുള്ള നമ്പറിൻ്റെ മുകളിലേക്ക് ഏതൊക്കെ ഗ്രാഫാണ് വന്നിട്ടുള്ളത് നോക്കാം. ഏതൊക്കെയാണ്? നാലാമത്തേത് 12 ആണ്. പിന്നെയോ എട്ടാമത്തേത് 16 ആണ്. പിന്നെ 9ാമത്തേത് എത്രയാ? 13 ആണ്. 10ാമത്തേത് 14 ആണ്. 11ാമത്തേത് 20 ആണ്. പിന്നെയോ 10നേക്കാൾ കൂടുതലില്ല അല്ലേ. അപ്പോൾ 10നേക്കാട്ടിലും കൂടുതൽ റൺസ് കിട്ടിയത് 5 ഓവറാണ് കേട്ടോ. ഇനി എത്ര ഓവറിലാണ് 6നേക്കാൾ കുറവ് റൺ കിട്ടിയത്? നമുക്ക് നോക്കാം. അതിന് മുകളിലേക്ക് 6 എന്നുള്ള നമ്പറിൻ്റെ താഴെ വരുന്നതാണ് നോക്കേണ്ടത്. അപ്പോൾ 6 വരുന്നതുണ്ട്, അപ്പോൾ അത് വേണ്ട. 5 വരുന്നത് ഏതാണ്? 12ൽ എത്രയാ വരുന്നത്? 5 ആണ്. 13ഉം 14ഉം 15ഉം 3 ആണ്. പിന്നെയോ 16ൽ 5 ആണ് വരുന്നത്. 17ൽ 4 ആണ് അല്ലേ. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 എണ്ണമാണ് ഉള്ളത്. ഇനി അടുത്തത്, ഈ ചിത്രത്തിൽ നിന്ന് ഇന്ത്യ ഓരോ ഓവറിലും നേടിയ റണ്ണ് പട്ടികയായിട്ട് എഴുതി നോക്കൂ. അപ്പോൾ ഓവർ മുകളിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ താഴെ റൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ പട്ടികയായിട്ട് എഴുതണം. 1ാമത്തെ ഓവറിൽ 8, 2ാമത്തേതിൽ 9, 3ാമത്തേതിൽ 9, 4ാമത്തേതിൽ 12, 5ാമത്തേതിൽ 10, 6ാമത്തേതിൽ 6, 7ാമത്തേതിലും 6, 8ാമത്തേതിൽ 6, അങ്ങനെയാണ്. അപ്പോൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഓരോ നമ്പറിൻ്റെ താഴെ ആക്കിയിട്ട് മക്കൾ കറക്റ്റ് ആക്കിയിട്ട് എഴുതണേ. അടുത്തത്, 2 ടീമുകളുടെയും പ്രകടനം 2 കളറിലാക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രം നോക്കി ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമല്ലോ. 1ാമത്തെ ചോദ്യം, ഏതൊക്കെ ഓവറിലാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനേക്കാൾ റൺ നേടിയത്? അപ്പോൾ സൈഡിൽ തന്നിട്ടുണ്ട്, ഇംഗ്ലണ്ട് പച്ച നിറമാണ്, ഇന്ത്യ ഓറഞ്ച് നിറമാണ്. അപ്പോൾ ഇന്ത്യയാണ് കൂടുതൽ റൺ നേടിയത്. ഏതിലാന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് പച്ചനേക്കാട്ടിലും കൂടുതൽ ഓറഞ്ച് മുന്നിട്ട് നിൽക്കുന്നത് നോക്കാം. അപ്പോൾ 1ാമത്തെ ഓവറിലില്ല, 2ാമത്തേൽ സെയിം ആണ്, 3ാമത്തെ ഓവറിൽ ഉണ്ട് അല്ലേ, ഓറഞ്ചാണ് മുകളിൽ. പിന്നെയോ 6ാമത്തെ 5ാമത്തെ 6ാമത്തെ, പിന്നെ 8ാമത്തെ ഓവറിൽ, 9ാമത്തെ ഓവറിൽ, 10ാമത്തെ ഓവർ, 11ാമത്തെ ഓവർ, പിന്നെയോ ഏതിലാ മക്കളെ? അത്രയേ ഉള്ളൂ അല്ലേ. അല്ല, 19ാമത്തെ ഓവറിലും ആരാണ്? ഇന്ത്യയാണ് കൂടുതൽ റൺസ് എടുത്തിട്ടുള്ളത്. പിന്നെ 2ാമത്തെ ചോദ്യം, ഏതൊക്കെ ഓവറിലാണ് 2 ടീമും ഒരേ റൺ നേടിയത്? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരേപോലെ പച്ചയും ഓറഞ്ചും ഒരേപോലെ സെയിം ആയിട്ട് നിൽക്കുന്നത് എവിടെയൊക്കെയാണ് നോക്കുക. അപ്പോൾ 2ാമത്തെ ഓവറിലുണ്ട്, സെയിം ആണ് അല്ലേ. പിന്നെയോ 7ാമത്തെ ഓവറിൽ സെയിം ആണ്, 12ാമത്തെ ഓവറിൽ സെയിം ആണ്, പിന്നെ 14, 15, 16 സെയിം ആണ് അല്ലേ. ഇനി 3ാമത്തെ ചോദ്യം, ആദ്യത്തെ 10 ഓവറിൽ കൂടുതൽ റൺ നേടിയത് ഏത് ടീമാണ്? അപ്പോൾ ഞാനിവിടെ ഓരോ ടീമിൻ്റെയും, ഇംഗ്ലണ്ടിൻ്റെയും ഇന്ത്യയുടെയും 1 മുതൽ 10 വരെ ഓവറിൽ കിട്ടിയ റൺസിൽ എഴുതിയിട്ടുണ്ട്. അത് താഴെ കൂട്ടിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിൻ്റെത് എത്രയാ? 75 ആണ്. ഇന്ത്യയുടേത് ആദ്യത്തെ 10 ഓവറിൽ 103 റൺസാണ്. അപ്പോൾ ഏത് ടീമാണ് കൂടുതൽ റൺസ് നേടിയത്? ഇന്ത്യയാണ് അല്ലേ. ഇനി ഇവിടെ കുറച്ച് വർക്കുകളുണ്ട്. അപ്പോൾ 1ാമത്തേത് എന്താണ്? കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഒരു കമ്പനി നിർമ്മിച്ച കാറുകളുടെ എണ്ണമാണ് ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വർഷമാണ് താഴെ കൊടുത്തിട്ടുള്ളത്, മുകളിലേക്ക് കാറുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. ആദ്യം 2018 എത്രയാണ്? 13,000 കാറുകളാണ്. 2019 14,500 കാറുകളാണ്. 2020 10,500 ആണ്. 2021 അത് 12,000 ആയി. പിന്നെ 2022 14,000 ആണ്. 2023 12,500 ആണ് കേട്ടോ. ഓരോ ഷെയ്ഡിൻ്റെയും നേരെ എത്ര നമ്പറാണോ അത് നോക്കുക. അപ്പോൾ ഇതിൽ 1ാമത്തെ ചോദ്യം എന്താ? ഏറ്റവും കൂടുതൽ കാറുകൾ നിർമ്മിച്ചത് ഏത് വർഷമാണ്? എത്ര കാറുകൾ? ഏതാണ്? 2019 14,500 കാറുകൾ അല്ലേ. ഇനി 2ാമത്തെ ചോദ്യം, ഏറ്റവും കുറവോ? എത്ര കാറുകൾ? ഏറ്റവും കുറവ് 2020 10,500 കാറുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്.
മൂന്നാമത്തെ ചോദ്യം 2018 എത്ര കുറവാണ് 2023 നിർമ്മിച്ച കാറുകളുടെ എണ്ണം? 2018 13,000 2023 12,500. അപ്പോൾ 13,000 നിന്നും 12,500 കുറച്ചാൽ 500 കാറുകളാണ് 2023 കുറവുള്ളത്. അടുത്ത ചോദ്യം, ഒരു വർഷം ഒരു വീട്ടിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവാണ് ചുവടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. വൈദ്യുതി യൂണിറ്റ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്, മാസമാണ് താഴെ. ആദ്യത്തെ ഗ്രാഫാണ് ജനുവരി ഫെബ്രുവരി, പിന്നെ മാർച്ച് ഏപ്രിൽ, മെയ് ജൂൺ, ജൂലൈ ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒക്ടോബർ, നവംബർ ഡിസംബർ അല്ലേ. 2 മാസത്തെ വൈദ്യുതി ബില്ലാണല്ലോ വരിക, കറണ്ട് ബില്ല് 2 മാസത്താണല്ലോ വരിക. അപ്പം ഇനി താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യം തന്നെ ഓരോ മാസങ്ങളിലെയും വൈദ്യുത യൂണിറ്റ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ജനുവരി ഫെബ്രുവരി നോക്കിക്കേ, അതിൻ്റെ കളറ് മുകളിലേക്ക് വൈദ്യുതി യൂണിറ്റ് എന്നുള്ളിടത്ത് ഏത് ലൈൻ്റെ നേരെയാണ്? 310 എന്നുള്ള നമ്പറിൻ്റെ നേരെയല്ലേ, അപ്പോൾ 310 പിന്നെ മാർച്ച് ഏപ്രിൽ 340, മെയ് ജൂൺ 330, ജൂലൈ ഓഗസ്റ്റ് 300, സെപ്റ്റംബർ ഒക്ടോബർ 290, നവംബർ ഡിസംബറും 290 കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചത് ഏത് മാസങ്ങളിലാണ്? ഏതാണ് മക്കളെ? 340 ഉണ്ട് അല്ലേ, അപ്പം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. ഇനി ഏറ്റവും കുറവ് ഏത് മാസങ്ങളിലാണ്? സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അല്ലേ, 4 മാസങ്ങളിലും 290. ഇനി മൂന്നാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതലും ഏറ്റവും കുറവും തമ്മിൽ എത്ര യൂണിറ്റ് വ്യത്യാസമുണ്ട്? ഏറ്റവും കൂടുതൽ 340, ഏറ്റവും കുറവ് 290. അപ്പോൾ 340 നിന്നും 290 കുറയ്ക്കുമ്പോൾ 50 യൂണിറ്റ് ആണ് അല്ലേ. ഇനി നാലാമത്തെ ചോദ്യം, ഒരേ അളവ് വൈദ്യുതി ഉപയോഗിച്ച മാസങ്ങളുണ്ടോ? ഉണ്ട് അല്ലേ, സെപ്റ്റംബർ ഒക്ടോബർ പിന്നെ നവംബർ ഡിസംബർ 290. അഞ്ചാമത്തെ ചോദ്യം, ഈ വർഷം ആകെ എത്ര യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത്? അപ്പോൾ ഇത് മൊത്തമായിട്ട് കൂട്ടി നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഒരു വർഷം ആകെ 1860 യൂണിറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരു സ്കൂളിലെ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണമാണ് ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മക്കൾ നോക്കിക്കേ, മുകളിലേക്ക് കുട്ടികളുടെ എണ്ണമാണ്, താഴെ ക്ലാസ് ആണ് അല്ലേ. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ ഉണ്ട്. ഇവിടെ ഏതാണ് ആൺകുട്ടികളെന്നും ഏതാണ് പെൺകുട്ടികളെന്നും കൊടുത്തിട്ടുണ്ട് അല്ലേ. ലൈറ്റ് ഷെയ്ഡ് ആൺകുട്ടികളാണ്, ഡാർക്ക് ഷെയ്ഡ് പെൺകുട്ടികളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്രാഫ് നോക്കിയിട്ട് ഓരോ ക്ലാസ്സിലെയും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എഴുതാം. അപ്പോൾ ഓരോ ക്ലാസ്സും ആ ക്ലാസ്സിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം ഇവിടെ എഴുതിയിട്ടുണ്ട്. മക്കൾ ഗ്രാഫ് നോക്കിയിട്ട് വേണം കേട്ടോ എഴുതാൻ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഏത് ക്ലാസ്സിലാണ് പെൺകുട്ടികളെക്കാൾ കൂടുതൽ ആൺകുട്ടികൾ ഉള്ളത്? എത്ര കൂടുതൽ? ഏത് ക്ലാസ്സിലാണ് ആൺകുട്ടികൾ പെൺകുട്ടികളെക്കാട്ടിൽ കൂടുതലുള്ളത്? 3-ാം ക്ലാസ്സിലാണ് അല്ലേ. 3-ാം ക്ലാസ്സിൽ ആൺകുട്ടികളുടെ എണ്ണം 75ഉം പെൺകുട്ടികളുടെ എണ്ണം 70ഉമാണ്. അപ്പോൾ എത്ര കൂടുതലുണ്ട്? 5 കൂടുതലാണ് അല്ലേ. ഇനി രണ്ടാമത്തെ ചോദ്യം, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതൽ ഏത് ക്ലാസ്സിലാണ്? ഏറ്റവും കുറവോ? അതിന് വേണ്ടിയിട്ട് ഓരോ ക്ലാസ്സിലെയും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം. എങ്ങനെ? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് നോക്കുക. അപ്പോൾ 1-ാം ക്ലാസ്സിൽ 65 നിന്നും 40 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 25ആണ്. 2-ാം ക്ലാസ്സിൽ 65 നിന്നും 60 കുറയ്ക്കുമ്പോൾ 5ആണ്. 3-ാം ക്ലാസ്സിൽ 75 നിന്നും 70 കുറയ്ക്കുമ്പോൾ 5. 4-ാം ക്ലാസ്സിൽ 70 നിന്നും 55 കുറയ്ക്കുന്ന സമയത്ത് 15. 5-ാം ക്ലാസ്സിൽ 100 നിന്നും 90 കുറയ്ക്കുന്ന സമയത്ത് 10ആണ്. 6-ാം ക്ലാസ്സിൽ 115 നിന്ന് 110 കുറയ്ക്കുമ്പോൾ 5. 7-ാം ക്ലാസ്സിൽ 95 നിന്നും 85 കുറയ്ക്കുമ്പം 10. അപ്പോൾ ഏത് ക്ലാസ്സിലാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം കൂടുതൽ? 1-ാം ക്ലാസ്സിലാണല്ലേ, 25. കുറവ് ഏത് ക്ലാസ്സിലാണ്? 2, 3, 6 ക്ലാസ്സുകളിലാണല്ലേ, 5ആണ് വ്യത്യാസമുള്ളത്. മൂന്നാമത്തെ ചോദ്യം, ഈ ക്ലാസ്സുകളിലെല്ലാം കൂടി എത്ര പെൺകുട്ടികളുണ്ട്? അപ്പം പെൺകുട്ടികളുടെ എണ്ണം മൊത്തമായിട്ട് കൂട്ടണം അല്ലേ.
അപ്പോൾ ആകെ പെൺകുട്ടികൾ 580 എണ്ണമാണ് കേട്ടോ. അപ്പോൾ നല്ല റെഡ് കളറുള്ള ആ ഒരു ലൈനിൽ വരുന്നത് മൊത്തം കൂട്ടി നോക്കുക, അതാണല്ലോ പെൺകുട്ടികളുടെ എണ്ണം. അപ്പോൾ മക്കൾ ഇത് റെഡിയാണോ നോക്കണേ. ഇനി ലാസ്റ്റ് ചോദ്യം, ആകെ എത്ര കുട്ടികളുണ്ട് അല്ലേ, ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ എത്ര കുട്ടികളുണ്ടെന്ന്. അപ്പോൾ പെൺകുട്ടികൾ 580 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആൺകുട്ടികൾ നമ്മളൊന്ന് കൂട്ടി നോക്കാം. അപ്പോൾ ആകെ ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 515, പെൺകുട്ടികളുടെ എണ്ണം 580. അപ്പോൾ മൊത്തം കുട്ടികൾ എത്രയാണ്? 580 പ്ലസ് 515 അല്ലേ, 1095 കുട്ടികളാണ്. അപ്പോൾ മക്കളെ ഈ ഒരു പാഠം എത്രയാണുള്ളത്? മക്കൾക്ക് ഗ്രാഫ് നോക്കിയിട്ട് ഈ ഇങ്ങനത്തെ വർക്കുകൾ, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മക്കളുടെ പേരോ സ്ഥലമോ എന്തെങ്കിലും ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ, എനിക്കറിയാലോ. അപ്പോൾ എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.